So now we are starting third module, functions. C++ programming start ചെയ്ത സമയത്തെ പറഞ്ഞു C++ programming consists of various functions, one or more functions, and one of the functions will be main function. നിങ്ങൾ ഇത്രയും നാളും പ്രോഗ്രാം എഴുതിക്കൊണ്ടിരുന്നത് മെയിൻ ഫംഗ്ഷനിലാണ്. പിന്നെ നിങ്ങൾ അല്ലാത്ത രണ്ട് ഫംഗ്ഷൻ പഠിച്ചു, math.sqrt പവറും, അതായത് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ, പവർ കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ. ഇപ്പം സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസും നിങ്ങൾ കണ്ടു. ഫംഗ്ഷൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇൻ എ പ്രോഗ്രാം ഇഫ് യു വാണ്ട് ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്, നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു പ്രത്യേക ടാസ്ക് ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യണമെന്നിരിക്കട്ടെ, നിങ്ങൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാംസ് എഴുതാനാണ്. ഇൻ ആക്ച്വൽ കേസ് നമ്മൾ എഴുതുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് വലിയ വലിയ കോംപ്ലക്സ് പ്രോഗ്രാംസ് ആയിരിക്കും. അതിൽ ഒരുപാട് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ടാസ്ക് നമുക്ക് പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ചില കാര്യങ്ങൾ പല പ്രാവശ്യം ചെയ്യേണ്ടിയും വരും. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്കിനെ ഒരു ഫംഗ്ഷൻ ആയിട്ട്, അതായത് പ്രത്യേകം ഒരു ബ്ലോക്ക് ആയിട്ട് ഒരു ഫംഗ്ഷൻ ആയിട്ട് എഴുതിയിട്ട് നിങ്ങൾക്ക് ആ ഫംഗ്ഷനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ പവർ കണ്ടുപിടിക്കാനാണെങ്കിൽ പവർ ഓഫ് എക്സ് കോമ എന്ന് പറഞ്ഞ് പവർ എന്നുള്ള ഫംഗ്ഷനെ നിങ്ങൾ വിളിക്കും. അതൊക്കെ C++ലുള്ള ഇൻബിൽട്ട് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ടാസ്ക് ഫംഗ്ഷൻ ആയിട്ട് എഴുതി ഒരു പ്രത്യേക ബ്ലോക്ക് ആയിട്ട് വെക്കുവാണെങ്കിൽ പ്രോഗ്രാമിങ്ങിന്റെ കോഡിങ്ങിനകത്ത് കോംപ്ലക്സിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റും. അത് മാത്രമല്ല, നമുക്ക് ഒരേ കാര്യം വീണ്ടും വീണ്ടും എഴുതാതിരിക്കാം. സപ്പോസ് നിങ്ങൾക്ക് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ കണ്ടുപിടിക്കണം നിങ്ങളുടെ പ്രോഗ്രാമിൽ. യു വാണ്ട് ടു ഫൈൻഡ് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. ആ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്ന പ്രോസസ്സ് നിങ്ങൾ എഴുതുന്ന പ്രോഗ്രാമിൽ ഒന്നിലധികം തവണ വരുമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഓരോ തവണയും നിങ്ങൾ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്ന എഴുതുന്നതിന് പകരം ഒരു ഫംഗ്ഷൻ ആയിട്ട് ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നത് നിങ്ങളുടെ പ്രോഗ്രാമിൽ എഴുതി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫംഗ്ഷൻ കോൾ ചെയ്താൽ മതിയാവും. എവിടെയെല്ലാം ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നു അവിടെയെല്ലാം. ഇപ്പൊ 3 വട്ടം ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം, 3 ഭാഗത്തായിട്ട് നിങ്ങളുടെ പ്രോഗ്രാമിൽ ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു വട്ടം ഫാക്ടോറിയലിനെ ഫംഗ്ഷൻ ആയിട്ട് എഴുതി വെച്ചിട്ട് ഏതെല്ലാം ഫാക്ടോറിയൽ എവിടെയെല്ലാം കണ്ടുപിടിക്കണം അന്നേരം നിങ്ങൾ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഈ ഫംഗ്ഷനെ കോൾ ചെയ്താൽ മതി. സോ നിങ്ങളൊരു പ്രോഗ്രാമിങ്ങിൽ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ പ്രോഗ്രാമിങ്ങിന്റെ കോംപ്ലക്സിറ്റി കുറയും. Now let us see what is a function. A function is a well-defined subprogram that has a facility to receive data from outside and to send the result back after processing. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? It is a well-defined subprogram. ഒരു പ്രോഗ്രാമിങ്ങിലെ ഒരു വെൽ ഡിഫൈൻഡ് സബ് പ്രോഗ്രാം ആണ് ഫംഗ്ഷൻ. ആൻഡ് ഫംഗ്ഷൻ ഹാസ് എ ഫെസിലിറ്റി ടു റിസീവ് ഡേറ്റ ഫ്രം ഔട്ട്സൈഡ്. ഫംഗ്ഷന്റെ വെളിയിൽ നിന്നും ഡേറ്റ റിസീവ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. മാത്രമല്ല റിസൾട്ട് പ്രോസസ്സിംഗ് കഴിഞ്ഞ് റിസൾട്ട് തിരിച്ച് പുറത്തോട്ട് സെൻഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. സോ എ ഫംഗ്ഷൻ ഇസ് എ വെൽ ഡിഫൈൻഡ് സബ് പ്രോഗ്രാം. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ well-defined subprogram. It has the facility to receive data from outside and also send the result back after processing, and also facility to send the result back after processing. നിങ്ങൾ ഇത്രയും പ്രോഗ്രാംസ് ഇതുവരെ എഴുതി വന്നതിൽ മെയിൻ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാം പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആയിരുന്നു യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫംഗ്ഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രോഗ്രാമിൽ ഫംഗ്ഷൻ എഴുതാൻ പറ്റും. സ്വന്തമായിട്ട് ഫംഗ്ഷൻ എഴുതാൻ പറ്റും. മെയിൻ ഫംഗ്ഷൻ എഴുതുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വേറെയും ഫംഗ്ഷൻസ് എഴുതാൻ പറ്റും. Now, a program in C++ is just a set of definitions of variables and functions. C++ program എന്ന് പറഞ്ഞാൽ എന്താണ്? It is a set of definitions of variables and functions. ഒരു C++ program എന്ന് പറയുന്നത് എന്താണ്? കുറെ ഫംഗ്ഷൻ ഡെഫിനിഷൻസും വേരിയബിളും കൂടെ വരുന്നതാണ് C++ program.
ഇപ്പോൾ C++ പ്രോഗ്രാം എന്ന് പറയുന്നത് ഡെഫിനിഷൻസ് സെറ്റ് ഓഫ് ഡെഫിനിഷൻസ് ഓഫ് വേരിയബിൾസ് ആൻഡ് ഫങ്ഷൻസ്. അപ്പോൾ C++ പ്രോഗ്രാമേ ബേസിക്കലി എന്താണ്? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഡെഫിനിഷൻസ് ഓഫ് വേരിയബിൾസ് ആൻഡ് ഫങ്ഷൻസ്. നമ്മൾ ഫങ്ഷൻ യൂസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ബ്രേക്സ് ലാർജ് കമ്പ്യൂട്ടിംഗ് ജോബ്സ് ഇൻടു സ്മോളർ മാനേജബിൾ വൺസ്. അപ്പോൾ ഫങ്ഷൻസ് break large computing jobs into smaller manageable ones. ഇനി ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടാവും? A function will have a name and a list of arguments that it will receive. So ഫംഗ്ഷനകത്ത് വരുന്നത് name and list of arguments it will receive. ഫംഗ്ഷനിൽ എന്തെല്ലാം വരും? ഫംഗ്ഷന്റെ പേരും വരും and the name of and the list of arguments that the function will receive. Any valid identifier can be used to name a function. അപ്പോൾ ഫംഗ്ഷൻ നെയിം ആയിട്ട് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാം? എന്തെങ്കിലും ഒരു വാലിഡ് ഐഡന്റിഫയറിനെ ഫംഗ്ഷൻ നെയിം ആയിട്ട് യൂസ് ചെയ്യാം. ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് എനി വാലിഡ് ഐഡന്റിഫയർ. ഏത് വാലിഡ് ഐഡന്റിഫയർ നമുക്ക് ഫംഗ്ഷൻ നെയിം ആയിട്ട് യൂസ് ചെയ്യാം. നമ്മളൊരു ഫംഗ്ഷനെ റെഫർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഫംഗ്ഷനെ റെഫർ ചെയ്യുന്നത് ഫംഗ്ഷൻ നെയിം എഴുതിയിട്ട് ബ്രാക്കറ്റ് എന്നിട്ട് സെമിക്കോളൻ. ദിസ് ഈസ് ഹൗ യു റെഫർ എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനെ റെഫർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ഫംഗ്ഷന്റെ പേര്, അതിന്റെ കൂടെ 2 ബ്രാക്കറ്റ്, പിന്നെ സെമിക്കോളൻ. സോ ദിസ് ഈസ് ഹൗ യു റെഫർ എ ഫംഗ്ഷൻ. നൗ the C++ language supports a collection of standard library function. നമ്മൾ യൂസ് ചെയ്തിരുന്നല്ലോ പൗ, sqrt, പിന്നെ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ, അങ്ങനെ കുറച്ച് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് ഉണ്ട് C++ ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്നത്. So these library functions can be used in any of our programs by hash including the required header file in a program. അപ്പോൾ C++നകത്ത് തന്നെ C++ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് എന്താ പറയുക സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ചെയ്തു. സോ ഈ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ഫംഗ്ഷൻസ് ഒക്കെ ഏത് ഫയലിലാണോ കിടക്കുന്നത് ആ ഫയലിനെയും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അതുകൊണ്ടാണ് sqrtയോ പൗവോ യൂസ് ചെയ്തിരുന്ന സമയത്ത് ഹാഷ് ഇൻക്ലൂഡ് math.h, അതുപോലെ സ്ട്രിംഗ് ഫംഗ്ഷൻസ് യൂസ് ചെയ്ത സമയത്ത് ഹാഷ് ഇൻക്ലൂഡ് string.h എന്ന് പറഞ്ഞ് നിങ്ങൾ ആ ലൈബ്രറി ഫംഗ്ഷൻ ഇരിക്കുന്ന ഫയൽസിനെ നമ്മൾ പ്രോഗ്രാമിൽ ആദ്യം ഇൻക്ലൂഡ് ചെയ്തു. നമ്മൾ സാധാരണ ഈ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് അല്ല നമ്മൾ സാധാരണ പ്രോഗ്രാം എഴുതുമ്പോൾ iostream.h ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എന്തിനാണ്? cനും coutഉം ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി. cin cout ഫംഗ്ഷൻസ് ഒക്കെ ഈ iostream.hലാണ് കിടക്കുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ പ്രോഗ്രാമിലും അതിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുപോലെ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് പ്രോഗ്രാമിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻസ് ഏത് ഫയലിലാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ ഫയലിനെയും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഇൻ അഡീഷൻ, അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് കൂടാതെ നമുക്ക് സ്വന്തമായി ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാം wherever needed. നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ഈ മെയിൻ ഫംഗ്ഷനും ഈ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസും കൂടാതെ നമുക്ക് സ്വന്തമായി ഫംഗ്ഷൻസ് എവിടെയെല്ലാം ആവശ്യമുണ്ടോ അവിടെയെല്ലാം ഡിഫൈൻ ചെയ്യാം. Such functions are called user defined functions. അപ്പം ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ്, സെക്കൻഡ് വൺ user defined functions.
C++ ഓൾറെഡി സപ്പോർട്ട് ചെയ്യുന്നതിന് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫങ്ഷൻസ് എന്നും നമ്മൾ സ്വന്തമായി ആവശ്യമനുസരിച്ച് ഡിഫൈൻ ചെയ്യുന്ന ഫങ്ഷൻസിനെ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്നും വിളിക്കും. C++ സപ്പോർട്ട് ചെയ്യുന്ന കളക്ഷൻ ഓഫ് ഫങ്ഷൻസിനെ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫങ്ഷൻസ് എന്നും നമ്മൾ യൂസർ ആവശ്യാനുസൃതം എവിടെയൊക്കെ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യുമോ അങ്ങനെയുള്ള ഫങ്ഷൻസിനെ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്നും വിളിക്കും. അങ്ങനെയുള്ള ഫങ്ഷനെ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എന്ന് വിളിക്കും. നോ, function is a self-contained program segment that does some specific well-defined task. A function will carry out its intended action whenever it is called from some other portion of the program. Once it completes the action, control will be returned to the point at which function was accessed. As control is returned to the calling portion, a single value can also be transferred to that point through the function name. A function എന്താണ്? It is a self-contained program segment. Function എന്ന് പറയുന്നത് ഒരു self-contained program segment ആണ്. That does some specific well-defined task. ഒരു specific ആയിട്ടുള്ള define ചെയ്ത് വെച്ചേക്കുന്ന ടാസ്ക് പെർഫോം ചെയ്യുന്ന ഒരു self-contained program segment ആണ് function. അപ്പോൾ നമ്മൾ ഫംഗ്ഷനെ പ്രോഗ്രാമിന്റെ ഒരു ഭാഗത്ത് നിന്ന് വിളിക്കുമ്പോൾ നമ്മൾ നേരത്തെ പൗ ഓഫ് എക്സ് കോമ എൻ, അപ്പൊ നമ്മൾ ആ ഫംഗ്ഷനെ വിളിക്കുകയാണ്. അപ്പൊ പ്രോഗ്രാമിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഫംഗ്ഷനെ വിളിക്കുമ്പോഴാണ് ഫംഗ്ഷൻ എന്ത് പർപ്പസിന് വേണ്ടിയാണോ നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നത് ആ പർപ്പസ് അവിടെ നടക്കുന്നത്. നമ്മൾ ഫംഗ്ഷൻ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്ക് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. എന്നാലും നമ്മൾ വൺസ് ആ ഒരു ഫംഗ്ഷനെ നമ്മൾ പ്രോഗ്രാമിന്റെ വേറെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് കോൾ ചെയ്താൽ മാത്രമേ ആ ടാസ്ക് പെർഫോം ചെയ്യൂ. നമ്മൾ ലൂപ്പിനകത്ത് കയറിയാലേ ലൂപ്പ് എക്സിക്യൂട്ട് ആകത്തുള്ളൂ. ഇൻ കേസ് ഓഫ് ഫോർ ആൻഡ് വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞ പോലെ ഫംഗ്ഷനെ കോൾ ചെയ്താൽ മാത്രമേ ഫംഗ്ഷനകത്ത് എഴുതി വെച്ചേക്കുന്ന ടാസ്ക് പെർഫോം ചെയ്യൂ. സോ പ്രോഗ്രാമിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് യു നീഡ് ടു കോൾ ദ ഫംഗ്ഷൻ so that the function will carry out its intended action. Then function എന്താണോ ഫംഗ്ഷൻ ചെയ്യേണ്ടിയിരുന്ന ടാസ്ക് അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം control will be returned to the point at which function was accessed. നമ്മൾ എവിടെയായിരുന്നോ ഫംഗ്ഷൻ കോൾ ചെയ്തിരുന്നത് കോൾ ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷനിലോട്ട് കൺട്രോൾ പോയിട്ട് ഫംഗ്ഷന് എന്ത് ടാസ്ക് ആയിരുന്നു പെർഫോം ചെയ്യേണ്ടിയിരുന്നത് അത് പെർഫോം അത് ചെയ്തതിന് ശേഷം കൺട്രോൾ തിരിച്ച് ഫംഗ്ഷൻ കോൾ ചെയ്ത ഭാഗത്ത് വരും. As control is returned to the calling portion, single value can also be transferred to that point through the function name. അപ്പം ഫംഗ്ഷൻ ടാസ്ക് പെർഫോം ചെയ്തതിന് ശേഷം ഫംഗ്ഷനെ കോൾ ചെയ്തെടുത്തോട്ട് തന്നെ തിരിച്ച് കൺട്രോൾ പോകുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു സിംഗിൾ വാല്യൂ ട്രാൻസ്ഫർ ചെയ്യാം. സോ അങ്ങനെയാണ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. സോ ഫംഗ്ഷൻ പെർഫോംസ് ദ ടാസ്ക് ഓൺലി വെൻ ഇറ്റ് ഈസ് കോൾഡ്. Function performs the specified task only when it is called from some other part of program. സോ പ്രോഗ്രാമിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്താൽ മാത്രമേ ഫംഗ്ഷൻ അതിന് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ടാസ്ക് പെർഫോം ചെയ്യുള്ളൂ. Then once the task is intended action is carried out, control is transferred to the point at which function was accessed. Once the task is completed, control will be returned to the point of access of function.
നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ കൺട്രോൾ ഫംഗ്ഷനിലോട്ട് പോകും. ഫംഗ്ഷന്റെ ബ്ലോക്കിൽ കയറി ഫംഗ്ഷൻ എന്ത് ടാസ്ക് പെർഫോം ചെയ്യാനായിരുന്നു എഴുതി ഡിഫൈൻ ചെയ്തിരുന്ന ആ ടാസ്ക് പെർഫോം ചെയ്യും. ആ ടാസ്ക് പെർഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൺട്രോൾ തിരിച്ച് ഫംഗ്ഷൻ ആക്സസ് ചെയ്ത പോയിന്റിൽ പോകും. ഫംഗ്ഷൻ ആക്സസ് ചെയ്ത പോയിന്റ് തന്നെ നമ്മുടെ പ്രോഗ്രാമിംഗിൽ ഏത് ഭാഗത്തായിരുന്നോ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്തിരുന്നത് അവിടോട്ട് തിരിച്ച് കൺട്രോള് പോകും. അപ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ എങ്ങനെ ഇരിക്കും നോക്കാം. ഡേറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റ്സ്, പിന്നെ വരുന്നു ആർഗ്യുമെന്റ് ഡിക്ലറേഷൻ, and body of function. Now let us look into function definition in detail. ഇനി നമുക്ക് function definition നെ കുറിച്ച് നോക്കാം. A function definition consists of three main components. First is a heading or first line which has a function name followed by an optional list of arguments enclosed in parameters. So ഇതിനകത്ത് function definitionൽ മൂന്ന് components ഉണ്ട്. First എന്ന് പറയുന്നത് heading or first line. Function definitionൽ ആദ്യം വരുന്നത് heading or first line. ഈ heading or first line ൽ എന്തെല്ലാം വരും? Heading or first line ൽ വരും function name, then optional list of arguments enclosed in parentheses. So ഫംഗ്ഷനിൽ വരുന്ന ഫസ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് അതിന്റെ ഹെഡിങ് ഓർ ഫസ്റ്റ് ലൈൻ ആണ്. ആ ഹെഡിങ് ഓർ ഫസ്റ്റ് ലൈനിൽ എന്ത് വരും? ഫംഗ്ഷന്റെ പേരും വരും. ഫംഗ്ഷന്റെ പേര് കഴിഞ്ഞ് നമ്മൾ ബ്രാക്കറ്റ് ഇടും. ബ്രാക്കറ്റ് ഇടുന്നതിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആർഗ്യുമെന്റ്സ് കൊടുക്കാം, ഇല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് കൊടുക്കാതിരിക്കാം. ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ എടുക്കുന്ന ഡേറ്റ. സോ അതിന് വേരിയബിൾ ആയിട്ട് നമ്മൾ ആ പാരന്തസിസിനകത്ത് കൊടുക്കും. അത് ഓപ്ഷണൽ ആണ്. ആർഗ്യുമെന്റ്സ് വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് ഇല്ലാതെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. So heading or function the first component in the heading or first line which has the function name followed by optional list of arguments in parentheses. Now second component is list of argument declaration when arguments are included in heading. List of argument declarations when included in heading. ഈ ഫംഗ്ഷന്റെ ഹെഡിങ്ങിൽ ആർഗ്യുമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിക്ലറേഷൻ അത് വരും അടുത്ത കമ്പോണന്റ് ആയിട്ട് ഫംഗ്ഷനിൽ ഡെഫിനിഷനിലെ അടുത്ത കമ്പോണന്റ്. And the last is a compound statement which comprises the body of function. Compound statement comprising body of function.
സോ ഫംഗ്ഷനിൽ 3 കമ്പോണൻസ് വരും. ഫസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ഹെഡിങ് അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ, അതിൽ വരുന്നത് ഫംഗ്ഷൻ നെയിമും പിന്നെ പാരന്തസിസിനകത്ത് ഓപ്ഷണൽ ആയിട്ട് ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റ്സ്, അതായത് ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റ്സ് വരാതിരിക്കാം. സെക്കൻഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഹെഡിങ്ങിൽ ആർഗ്യുമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിക്ലറേഷൻ. ദെൻ തേർഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് ഫംഗ്ഷന്റെ ബോഡിയെ റെപ്രസെന്റ് ചെയ്യുന്ന, ബോഡി കംപ്രൈസ് ചെയ്യുന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ്. കാരണം നമ്മൾ ഫംഗ്ഷൻ എന്ത് ടാസ്ക് പെർഫോം ചെയ്യാനാണോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്, ആ ടാസ്ക് പെർഫോം ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എഴുതണം. അതിനെയാണ് ബോഡി ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കാണും വിച്ച് കംപ്രൈസസ് ബോഡി ഓഫ് ഫംഗ്ഷൻ. A function definition consists of 3 components. ഇനി general syntax for first line. Function head. ഇനി ഫസ്റ്റ് ലൈനിന്റെ സിന്റാക്സ് നോക്കാം. Data type, function name, list of formal arguments. നമ്മൾ ഫംഗ്ഷന്റെ ഹെഡിങ് എഴുതുമ്പോൾ പാരന്തസിസിലെ ആർഗ്യുമെന്റ്സ് യൂസ് ചെയ്യുന്നെങ്കിൽ അതിനെ ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയും. ഇനി ഈ ഡേറ്റ ഫംഗ്ഷൻ നെയിം എന്ന് പറഞ്ഞാൽ ഫംഗ്ഷന് കൊടുക്കുന്ന പേര്, എന്ത് വാലിഡ് ഐഡന്റിഫയർ നമുക്ക് ഫംഗ്ഷൻ നെയിം ആയിട്ട് യൂസ് ചെയ്യാം. Now, data type specifies value that the function will return through the function name using a return statement. നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തതിനു ശേഷം റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഫംഗ്ഷനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫംഗ്ഷന്റെ ബ്ലോക്ക് എല്ലാം ഡിഫൈൻ ചെയ്യുമ്പോൾ ഒരു റിട്ടേൺ എന്നൊരു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുവാണെങ്കിൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് വഴി ഫംഗ്ഷൻ നെയിമിൽ നമ്മൾ എന്തെങ്കിലും വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഡേറ്റ ടൈപ്പാണ് ഈ ഡേറ്റ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇത്രയും നാളും വോയിഡ് മെയിൻ എന്ന് പറഞ്ഞായിരുന്നു മെയിൻ ഫംഗ്ഷൻ എഴുതിയിരുന്നത്. കാരണം നമ്മൾ മെയിൻ ഫംഗ്ഷനകത്ത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ആ ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ലെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ വോയിഡ് എന്ന് കൊടുത്തു, കാരണം വാല്യൂസ് ഒന്നും റിട്ടേൺ ചെയ്യാത്തതുകൊണ്ട് അതിന് റിട്ടേൺ ടൈപ്പ് ഇല്ല. അപ്പോൾ നിങ്ങൾ വോയിഡ് എന്ന് കൊടുത്തു. If suppose you are returning a value through the returning a value using return statement through function name, അതായത് നമ്മൾ പ്രോഗ്രാം ഫംഗ്ഷൻ എഴുതുമ്പോൾ റിട്ടേൺ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ വാല്യൂ റിട്ടേൺ ചെയ്യുന്നതാണെന്ന് അർത്ഥം. ഈ വാല്യൂ എങ്ങനെയാണ് റിട്ടേൺ ആവുന്നത്? ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന്റെ അവിടെ ഫംഗ്ഷൻ നെയിം വഴിയാണ് വാല്യൂ റിട്ടേൺ ആവുന്നത്. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ത്രൂ ഫംഗ്ഷൻ നെയിം ആണ് ഫംഗ്ഷൻ വാല്യൂ റിട്ടേൺ ചെയ്യുന്നത്. സോ ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂന്റെ ഡേറ്റ ടൈപ്പ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡേറ്റ ടൈപ്പ് ഓഫ് വാല്യൂ റിട്ടേൺഡ് ത്രൂ ഫംഗ്ഷൻ നെയിം ബൈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. അതാണ് ഡേറ്റ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും വാല്യൂ റിട്ടേൺ ചെയ്യാൻ വേണ്ടി റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എഴുതുവാണെങ്കിൽ ഫംഗ്ഷൻ നെയിം വഴിയാണ് വാല്യൂ റിട്ടേൺ ആവുന്നത്. അതായത് ഫംഗ്ഷനകത്ത് റിട്ടേൺ എന്നൊരു സ്റ്റേറ്റ്മെന്റ് കാണും, ഫംഗ്ഷൻ കോൾ ചെയ്ത സമയത്തുള്ള ഫംഗ്ഷൻ നെയിം ഇല്ലേ, അവിടെ ആയിരിക്കും വാല്യൂ റിട്ടേൺ ആവുക. സോ ആ റിട്ടേൺ ആകുന്ന വാല്യൂവിന്റെ ഡേറ്റ ടൈപ്പ് ആണ് ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. Then the data type specifies the type of value that the function will return through the function name using the return statement. So ഏത് വാല്യൂ ഡേറ്റ ടൈപ്പ് വേണമെങ്കിലും ആവാം. നമ്മൾ ഡേറ്റ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, നോ റിട്ടേൺ ടൈപ്പ് ആണെങ്കിൽ, നോ റിട്ടേൺ ആണെങ്കിൽ if no value is returned, വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ void എന്ന് യൂസ് ചെയ്യണം. void data type is used. വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ void എന്നുള്ള ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യണം. ഇനി
if data type is not specified, വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ void എന്നുള്ള ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യണം. ഡേറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യുന്നില്ലെങ്കിൽ ഇന്റീജർ റിസൾട്ട് എന്നാണ് പറയുന്നത്. അതായത് റിട്ടേൺ ചെയ്ത വാല്യൂ ഡേറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യുന്ന റിസൾട്ട് വാല്യൂ എന്ന് പറയുന്നത് ഇന്റീജർ ടൈപ്പ് എന്നാണ് അസംഷൻ. So when the function returns an integer or character type result, it need not be specified explicitly. Integer or character or return ചെയ്യുന്ന സമയത്ത് explicit ആയിട്ട് സ്പെസിഫൈ ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല. നമ്മൾ സ്പെസിഫൈ ചെയ്ത് എഴുതുന്നതാണ് നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ നല്ലത്. എന്നാലും ഇന്റീജറോ ക്യാരക്ടറോ റിട്ടേൺ ചെയ്യുന്നെങ്കിൽ സ്പെസിഫൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഫംഗ്ഷൻ വാല്യൂസ് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ void എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും. നമ്മൾ മെയിനിന് എഴുതിയ പോലെ void main. ആ ബ്രാക്കറ്റ്സിൽ എഴുതിയ കണ്ടോ ലിസ്റ്റ് ഓഫ് ഫോർമൽ ആർഗ്യുമെന്റ്സ്. ഈ ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഫോർമൽ ആർഗ്യുമെന്റ്സ് ആർ list those variables which will receive the value of arguments when the function is called. Formal arguments എന്ന് പറഞ്ഞാൽ they are list of variables receiving the value of arguments when function is called. നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള ആർഗ്യുമെന്റ്സ് കൊടുക്കുന്നെങ്കിൽ ആ ആർഗ്യുമെന്റ്സിന്റെ വാല്യൂ റിസീവ് ചെയ്യുന്ന ലിസ്റ്റ് ഓഫ് വേരിയബിൾസ് ആണ് ഫോർമൽ ആർഗ്യുമെന്റ്സ്. അപ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നിടത്ത് ബ്രാക്കറ്റ്സിൽ എഴുതുന്നത് ഫോർമൽ ആർഗ്യുമെന്റ്സ്. ഈ ഫോർമൽ ആർഗ്യുമെന്റ്സ് ആയിരിക്കും ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ആർഗ്യുമെന്റ്സിന്റെ വാല്യൂ റിസീവ് ചെയ്യുന്നത്. അതായത് പവർ ഓഫ് എക്സ് കോമ എൻ എന്ന് പറഞ്ഞ് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ കൊടുക്കുകയാണെങ്കിൽ ഈ എക്സിന്റെയും എന്നിന്റെയും വാല്യൂ ഫംഗ്ഷനിൽ റിസീവ് ചെയ്യുന്നത് ഈ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ കൊടുത്തേക്കുന്ന ഫോർമൽ ആർഗ്യുമെന്റ്സ് ആയിരിക്കും. മനസ്സിലായോ? ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ ആർഗ്യുമെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ ആ ആർഗ്യുമെന്റ്സിന്റെ വാല്യൂ ഫംഗ്ഷനകത്ത് ആർഗ്യുമെന്റ്സിന്റെ വാല്യൂ റിസീവ് ചെയ്യുന്ന ലിസ്റ്റ് ഓഫ് വേരിയബിൾസ് അതാണ് ഫോർമൽ ആർഗ്യുമെന്റ്സ്. ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഡെഫിനിഷന്റെ കൂടെ ആയിരിക്കും എഴുതുക. ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഡെഫിനിഷന്റെ കൂടെ, ആക്ച്വൽ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റർ എന്ന് പറയുന്നത് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് മെൻഷൻ ചെയ്യുന്ന ആർഗ്യുമെന്റ്സ് ആയിരിക്കും ആക്ച്വൽ ആർഗ്യുമെന്റ്സ്. അപ്പം ആക്ച്വൽ ആർഗ്യുമെന്റ്സിന്റെ വാല്യൂ റിസീവ് ചെയ്യുന്ന ലിസ്റ്റ് ഓഫ് വേരിയബിൾസ് ആണ് ഫോർമൽ ആർഗ്യുമെന്റ്സ്. സോ ഈ ലിസ്റ്റ് ഓഫ് ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് എംപ്റ്റി ലിസ്റ്റ് വേണമെങ്കിൽ ആവാം. അതായത് ഫോർമൽ ആർഗ്യുമെന്റ്സിന്റെ അത്യാവശ്യം ഇല്ല, എന്നാലും ബ്രാക്കറ്റ്സ് കൊടുക്കേണ്ടത് മസ്റ്റ് ആണ്. ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫംഗ്ഷന്റെ ഫസ്റ്റ് ലൈൻ എഴുതുമ്പോൾ ഫംഗ്ഷൻ നെയിം should be followed by a pair of parentheses. Okay. Now, the argument declaration immediately follow the first line of the function definition. Function definition കഴിഞ്ഞിട്ട് വരുന്നത് list argument declaration ആണ്, and all the arguments listed in the first line are to be declared. Argument declaration follows first line. ഫംഗ്ഷന്റെ ഹെഡിങ് അല്ലെങ്കിൽ ഫസ്റ്റ് ലൈനിനെ ഫോളോ ചെയ്യുന്നത് ആർഗ്യുമെന്റ് ഡിക്ലറേഷൻ ആണ്. ഫസ്റ്റ് ലൈനിൽ all arguments listed in the heading should be declared. നമ്മുടെ ഹെഡിങ്ങിൽ ലിസ്റ്റ് ചെയ്യുന്ന എല്ലാ ആർഗ്യുമെന്റ്സിനെ ഡിക്ലെയർ ചെയ്യണം. ഡിക്ലറേഷൻസ് ആർ സിമിലർ ടു എനി അതർ വേരിയബിൾ ഡിക്ലറേഷൻ. നമ്മൾ ഏത് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന പോലെയാണ് ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നത്.
ഇനി ഈ ആർഗ്യുമെന്റ്സ് ഡിക്ലെയർ ചെയ്തതിന് ശേഷമേ എന്ത് വരൂ, കേർലി ബ്രാക്കറ്റ്സ് വരും. Is only after argument declaration. നമ്മൾ ഫംഗ്ഷന്റെ ബോഡി നേരത്തെ ഏതെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, നിങ്ങളും കറക്റ്റ് ചെയ്യണം. അതായത് ഫംഗ്ഷന്റെ ഹെഡിങ്ങിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന ആർഗ്യുമെന്റ്സിനെ ഹെഡിങ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, ഡിക്ലെയർ ചെയ്യണം. ഡിക്ലെയർ ചെയ്തതിന് ശേഷമേ കേർലി ബ്രാക്കറ്റ്സ് ഇടാം. സോ ഈ ആർഗ്യുമെന്റ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത് കേർലി ബ്രാക്കറ്റ്സിന് മുമ്പും ഫംഗ്ഷൻ ഹെഡിങ്ങിന് ശേഷവുമായിട്ട് വരും. അതായത് ഫസ്റ്റ് ലൈൻ ഡസ് നോട്ട് ഹാവ് എ സെമികോളൻ ആൻഡ് ഇറ്റ് ഈസ് സെൻഡ് ആസ് ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ഫംഗ്ഷന്റെ ഹെഡിങ് എഴുതുമ്പോൾ സെമികോളൻ വേണ്ട. എക്സാമ്പിൾ നോക്കാം. ഫ്ലോട്ട് ഇൻട്രസ്റ്റ് PNR. ഇവിടെ നമ്മൾ സെമികോളൻ വേണ്ട. ഇനി നമ്മൾ PNR എന്നുള്ള ആർഗ്യുമെന്റ്സ് ലിസ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ ഡിക്ലെയർ ചെയ്യണം. ഫ്ലോട്ട് PR int n. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ബോഡി വരുന്നത്. സോ ഫംഗ്ഷന്റെ ഹെഡിങ് അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ കഴിഞ്ഞ ഉടനെ ഫോർമൽ ആർഗ്യുമെന്റ്സ് എല്ലാം നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അതിനുശേഷം കേർലി ബ്രാക്കറ്റ്സ് കൊടുത്തിട്ട് ഫംഗ്ഷന്റെ ബോഡി നമുക്ക് എഴുതാം. The first line and the following argument declarations can be combined and first line can be written as. ചില സമയത്ത് നമുക്ക് ഇത് കമ്പൈൻ ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാം? ഇതിനെ കമ്പൈൻ ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതാം, ഒറ്റ ലൈനിലും എഴുതാം. ഫ്ലോട്ട് ഇൻട്രസ്റ്റ് ഫ്ലോട്ട് P int n, float r. ഇങ്ങനെ എഴുതാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആർഗ്യുമെന്റ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതേ ഓർഡറിൽ തന്നെ ആയിരിക്കണം ഫോർമൽ ആർഗ്യുമെന്റ്സും കൊടുക്കുക. അതായത് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ആദ്യം ഒരു ഇൻറ്റിജറും പിന്നെ ഒരു ഡെസിമൽ വാല്യൂ, ഇൻറ്റിജറും പിന്നെ ഒരു ഫ്ലോട്ട് വാല്യൂ ആണെങ്കിൽ നിങ്ങൾ ഫംഗ്ഷൻ ഡെഫിനിഷന്റെ സമയത്ത് ഫോർമൽ ആർഗ്യുമെന്റ്സ് കൊടുക്കുമ്പോൾ ആദ്യം ഇൻറ്റിജർ ടൈപ്പ് കൊടുത്തിട്ട് വേണം ഫ്ലോട്ട് കൊടുക്കാൻ. സോ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആക്ച്വൽ ആർഗ്യുമെന്റ്സിന്റെ അതേ ഓർഡറിൽ തന്നെ വേണം ഫോർമൽ ആർഗ്യുമെന്റ്സ് കൊടുക്കാൻ. സോ ഇങ്ങനെ ഈ ആർഗ്യുമെന്റ് ഡിക്ലറേഷൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം ഹെഡിങ്ങിൽ തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇങ്ങനെ എഴുതുന്നതായിരിക്കും നിങ്ങൾക്കും എളുപ്പം. നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് ഇന്റ് A, B അങ്ങനെ കൊടുക്കരുത്. ഓരോന്നിനും അതിന്റെ ഡേറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് തന്നെ കൊടുക്കണം. ഇനി ഇത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ബോഡി ഓഫ് ദ ഫംഗ്ഷൻ. ഇറ്റ് മേ കണ്ടെയ്ൻ ഫർദർ വേരിയബിൾ ഡിക്ലറേഷൻ ഫോളോഡ് ബൈ വൺ ഓർ മോർ സ്റ്റേറ്റ്മെന്റ്. ഈ ഫംഗ്ഷൻ ബോഡിയിൽ ഇനിയും വേരിയബിൾ ഡിക്ലറേഷൻസ് വരാം, പിന്നെ ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ്സോ വരാം. വേരിയബിൾ ബോഡി ഓഫ് ദ ഫംഗ്ഷനകത്ത് വേരിയബിൾ ഡിക്ലറേഷനും പിന്നെ സ്റ്റേറ്റ്മെന്റ്സും. ഈ വേരിയബിൾ ഈ ഫംഗ്ഷന്റെ ബോഡിയിൽ വരുന്ന വേരിയബിൾ ഡിക്ലറേഷൻസ് ആ ഫംഗ്ഷനിലേക്ക് മാത്രമുള്ളതാണ്. അത് ലോക്കൽ ടു ഫംഗ്ഷൻ. ലോക്കൽ ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷന് വേണ്ടി മാത്രമുള്ള വേരിയബിൾസ്. സോ ബോഡി ഓഫ് ദ ഫംഗ്ഷനിൽ ഇനി വേരിയബിൾ ഡിക്ലറേഷൻസ് വരുവാണെങ്കിൽ ആ വേരിയബിൾസ് എന്ന് പറയുന്നത് ഫംഗ്ഷന്റെ ബോഡിക്കകത്ത് മാത്രമുള്ളത്. പിന്നെ വേറെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സും അതിന്റെ കൂടെ വരാം. The statement can be of any valid, എന്ത് valid statements അതിനകത്ത് വരാം. On reaching the end of compound statements or when a return statement is encountered, control is transferred back to the calling portion of the program. നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ്സിന്റെ അറ്റത്ത് ലാസ്റ്റ് എത്തുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ റിട്ടേൺ കാണും, റിട്ടേൺ കാണില്ല. ഒന്നെങ്കിൽ നമ്മൾ ആ റിട്ടേൺ എത്തണം, അല്ലെങ്കിൽ ഈ ഫംഗ്ഷന്റെ ബോഡി തീരുന്നെടുത്ത് അവിടെ എത്തിക്കഴിയുമ്പോൾ കൺട്രോൾ എവിടെ പോകും? ഫംഗ്ഷൻ കോൾ ചെയ്ത സ്ഥലത്തോട്ട് പോകും. പ്രോഗ്രാമിന്റെ ഏത് പാർട്ടിലാണോ ഫംഗ്ഷൻ കോൾ ചെയ്ത് തരുന്നത് അങ്ങോട്ട് പോകും ഫംഗ്ഷന്റെ പ്രോഗ്രാമിന്റെ കൺട്രോൾ. Now, the function definition can appear in any order before or after the main within the program, but definition should not appear inside the other one.
സോ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത് പ്രോഗ്രാമിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും വരാം, അതായത് മെയിനിന് മുമ്പോ മെയിനിന് ശേഷമോ വരാം. ബട്ട് ഫംഗ്ഷൻ ഡെഫിനിഷൻ ഷുഡ് നോട്ട് അപ്പിയർ ഇൻസൈഡ് ദി അതർ വൺ. അപ്പം എന്താ പറയുന്നത്? ഫംഗ്ഷൻ ഡെഫിനിഷൻ can be before or after main. മെയിനിന് മുമ്പോ മെയിനിന് ശേഷമോ വരാം. പിന്നെ പറയുന്നത് it should not be within main. മെയിനിന്റെ അകത്ത് വരാൻ പാടില്ല. മെയിൻ എന്നുള്ള ഫംഗ്ഷന്റെ അകത്ത് ഫംഗ്ഷൻ ഡെഫിനിഷൻ വരരുത്. പക്ഷേ ഫംഗ്ഷൻ ഡെഫിനിഷൻ മെയിൻ ഫംഗ്ഷന് മുമ്പെയോ മെയിൻ ഫംഗ്ഷന് ശേഷമോ വരാം. ക്ലിയർ? സോ ഇത്രയാണ് ഫംഗ്ഷൻ ഡെഫിനിഷനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഫംഗ്ഷൻ ഡെഫിനിഷനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇത്രയും. ഫംഗ്ഷൻ ഡെഫിനിഷൻ മെയിൻ ഫംഗ്ഷൻ എഴുതുന്നതിന് മുമ്പോ ശേഷമോ വരാം, പക്ഷെ മെയിൻ ഫംഗ്ഷന്റെ അകത്ത് വരാതെ നോക്കണം.